കഴിഞ്ഞ ദിവസം ഹറമിന്റെ ഉള്ളിൽ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ഹാജിമാരുടെ മധ്യത്തിലേക്ക് മത്താഫിലേക്ക് തകർന്നു വീണ ലോകത്തിലെ ഏറ്റവും വലിയ ക്രെയിനുകൾ രണ്ടെണ്ണം തകർന്നതിന്റെ ഉള്ളിലേക്ക് വീഴുമ്പോ മത്താഫിലേക്ക് വീണ് ഹാജിമാര് വഫാത്താകുമ്പോ മരണപ്പെടുമ്പോ ഹാജിമാർ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ആ ഹാജിമാര് മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരു മലയാളിയുടെ പ്രതിനിധിയുമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹറമുകളെ ലക്ഷ്യമാക്കി യാത്രയായ ആ ഹാജിമാർ നമ്മുടെ പ്രതിനിധികളാണ്. അവരെ യാത്രയായ പ്പോൾ അവരോട് സലാം പറഞ്ഞോ, യാത്രയായപ്പോൾ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ. അവർ യാത്രയായ മക്ക ഏതാണ് പ്രിയമുള്ളവരെ? ലോകത്തിലെവിടെയെല്ലാം പുണ്യമായ നഗരങ്ങളുണ്ട്, ലോകത്തിലെവിടെയെല്ലാം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരേ സമയത്ത് ലോകത്തിലെവിടെയെങ്കിലും എത്ര ലക്ഷം മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഏതെങ്കിലും ഒരു ചടങ്ങ് ലോകത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടോ? കൈലാസമുണ്ട്, ശബരിമലയുണ്ട്, കുരിശുമലയുണ്ട്, ഒരുപാട് പുണ്യകേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് തീർത്ഥാടക നഗരങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, പുണ്യകേന്ദ്രങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ ഹറമുകളിൽ ചുറ്റും കാണുന്ന പരിശുദ്ധ മക്കാ മുക്കറമയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കാണുന്ന ജനനിബിഡമായ ഒരു അന്തരീക്ഷം കാണാൻ ലോകത്ത് മക്കയല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു ഭൂമികയുണ്ടോ? ആ ഭൂമിയിലേക്ക് മനുഷ്യനെ ഇത്രമാത്രം സ്വാധീനിച്ച ഘടകമെന്താ? ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് ഒരു മടക്കയാത്ര നടത്തിയാൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയായി തീരുന്ന സാഹചര്യങ്ങളും പ്രകൃതിയുമാണ് മക്കയിലുള്ളതെങ്കിൽ ഇന്ന് ലോകത്തിന്റെ എവിടെ ഏതൊരു പച്ചപ്പ് വിളഞ്ഞാലും ശരി, ലോകത്തിന്റെ ഏത് മാർക്കറ്റിൽ ഒരു പഴം വിളഞ്ഞാലും ശരി, ആ പഴവസ്തുക്കളെല്ലാം എത്തപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്, ലോകത്തിൽ എവിടെ ലഭിക്കാത്ത സാധനവും ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലമായി പരിശുദ്ധ മക്കാ മുക്കറമയുടെ കരിമ്പാറകൾക്കിടയിലുള്ള നഗരം മാറിയെങ്കിൽ ആ മണ്ണിന്റെ പവിത്രത എന്താ? ആ ഭൂമികയുടെ മഹത്വം എന്താ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിന്റെ ഉൽപ്പത്തി തന്നെ തുടങ്ങുന്നത് അവിടെയല്ലേ? ആ മക്കയിലേക്ക് ഒരു യാത്ര നടത്താൻ, ആ കഅബാലയത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹം വേണം പ്രിയമുള്ളവരെ. കാശുണ്ടായിട്ട് കാര്യമില്ല, സൗകര്യമുണ്ടായിട്ട് കാര്യമില്ല, പ്രതാപമുണ്ടായിട്ട് കാര്യമില്ല. അറിയുമോ നിങ്ങൾക്ക്, നിങ്ങളുടെ പരിസരത്തുള്ള ചിറയൻകീഴെന്ന് പറയുന്ന പ്രദേശം, ഈ വിനീതന്റെ സുപരിചിതനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അബ്ദുറഊഫ് എന്നാണ് ആ സഹോദരന്റെ പേര്. ആ സഹോദരൻ ചെയ്തിരുന്ന തൊഴിൽ എന്താണെന്നറിയുമോ? നമ്മളെല്ലാവരും ധരിക്കുന്നുണ്ട്, സമ്പത്തുണ്ട് പടച്ച തമ്പുരാനെ, ആരോഗ്യമുണ്ട്, എനിക്ക് സൗകര്യങ്ങളുണ്ട്, എനിക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്നെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞിട്ട് പോയിട്ട് ഹജ്ജ് ചെയ്യാമെന്ന് കരുതിയാൽ നടക്കില്ല പ്രിയമുള്ളവരെ. ഹജ്ജിന് തൗഫീഖ് ലഭിക്കുക അത് പണത്തിന്റെ മാനദണ്ഡത്തിലല്ല, അത് പ്രതാപത്തിന്റെ മാനദണ്ഡത്തിലല്ല, അത് കുടുംബ മഹിമയുടെ മാനദണ്ഡത്തിലല്ല, അത് പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ അനുഗ്രഹമാ, പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ തൗഫീഖാണ് ഹജ്ജ് കർമ്മമെന്ന് മനസ്സിലാക്കണം. ചിറയൻകീഴുകാരനായ അബ്ദുറഊഫ് എന്ന സഹോദരൻ പരിശുദ്ധ മക്കാ മുക്കറമയിൽ ഇന്ന് ലക്ഷോപലക്ഷം ഹാജിമാര് വന്നിറങ്ങുന്ന ഹറമുകളെ ലക്ഷ്യമാക്കി വരുന്ന മക്കാ മുക്കറമയിലെ ടാക്സി ഡ്രൈവറായിട്ട് 14 കൊല്ലം സേവനം ചെയ്ത മനുഷ്യനാണ് അബ്ദുറഊഫ് എന്ന സഹോദരൻ. ആ മനുഷ്യന്റെ തൊഴിലെന്തായിരുന്നുവെന്നറിയുമോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി 200ഓളം രാജ്യങ്ങളിലുള്ള സത്യവിശ്വാസികൾ പരിശുദ്ധ ഹറമുകൾ ലക്ഷ്യമാക്കി ജിദ്ദ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോ 4 മണിക്കൂറത്തെ ക്യൂ കഴിഞ്ഞ് എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഹാജിമാരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തുള്ള കഅബാലയത്തിന് ചുറ്റി നിൽക്കുന്ന ഹറമിന്റെ പരിധിയിൽ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന തൊഴിലെടുത്ത ഭാഗ്യമുള്ള പണി ചെയ്ത മനുഷ്യനാണ് അബ്ദുറഊഫ് എന്ന സഹോദരന്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കാനും ഈ മുള്ളിക്കാട് ജംഗ്ഷനിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, 14 കൊല്ലക്കാലം പരിശുദ്ധ മക്കാ മുക്കറമയുടെ ചുറ്റുഭാഗത്തുറങ്ങാൻ ഭാഗ്യം കിട്ടി. ആ കഅബാലയത്തിനെ ലക്ഷ്യമാക്കി യാത്രയായി വരുന്ന ഹാജിമാരെ കൊണ്ടുവരാനുള്ള ഭാഗ്യം കിട്ടി, ആ ഹാജിമാർക്ക് വഴി പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷേ അല്ലാഹു ഒരു ഭാഗ്യം മാത്രം കൊടുത്തില്ല. ആ മനുഷ്യനെ ഞാൻ കാണുമ്പോ എഴുന്നേറ്റ് പോയിട്ടൊന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ടുകൊണ്ട് അവസാനം ആരോഗ്യസ്ഥിതി മോശപ്പെട്ട അവസ്ഥയിലാണ് അബ്ദുറഊഫ് എന്ന സഹോദരൻ വിദേശത്തു നിന്നും മടങ്ങി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. അതിലേറ്റവും വലിയ ദുഃഖം ഏതാണെന്നറിയുമോ? റഹ്മാനായ അല്ലാഹ് നിന്റെ ഭവനത്തിന്റെ ചുറ്റുഭാഗത്ത് 14 കൊല്ലക്കാലം കഴിയാൻ എനിക്ക് ഭാഗ്യം തന്നു. ലോകം മുഴുവനും വന്നിറങ്ങുന്ന ഹാജിമാരെ കൊണ്ടുവരാൻ എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് പോയെന്ന് ഹജ്ജ് ചെയ്യാൻ, ആ ഹജ്ജിന്റെ കർമ്മത്തിലൊന്ന് പങ്കെടുക്കാൻ അതിനുള്ള അവസരം മാത്രം നീ എനിക്ക് തന്നില്ലല്ലോ അല്ലാ. ഇത് പറയുമ്പോ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുതിർന്ന് വീഴുന്നുണ്ട് പ്രിയ
പ്രിയമുള്ളവരെ, ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി, സുബ്ഹാനല്ലാഹ്, ഈ ഭാഗ്യമാർക്ക